മധ്യസ്ഥൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എടത്വ പള്ളിയുടെ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. ഈ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച എടത്വ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരള അസീസി എന്നറിയപ്പെടുന്ന പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ എന്ന അൽമായനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുന്ന മനോഹരമായിട്ടുള്ള കർമ്മം നടക്കുന്ന ദിവസമാണ്. 2000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കേരള സഭ അതിൻ്റെ ചരിത്രത്തിലെ ആദ്യമായിട്ട് ഒരൽമായനെ നാമകരണ നടപടിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്നു. എടത്വ ഇടവക ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പരിശുദ്ധിയും നന്മയുമെല്ലാം കൂടുതൽ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുവാനായിട്ട് ഈ തൊമ്മച്ചൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച നടക്കുന്ന ആ വലിയ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 9:30 അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുത്തമ്പറമ്പിലെ തൊമ്മച്ചൻ്റെ കബറിടത്തിലെ ഒപ്പീസ് നടക്കുന്നു. അതേ തുടർന്ന് പൊതുസമ്മേളനമാണ്. വളരെ മനോഹരമായിട്ട് തീർത്ത പന്തലിൽ വെച്ചായിരിക്കും ഈ വലിയ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ ഇടയിൽ ഈ നാമകരണ നടപടിയുടെ ട്രൈബ്യൂണലിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുകയും അങ്ങനെ തൊമ്മച്ചൻ്റെ ദൈവദാസ പദവിയിലേക്കുള്ള പ്രഖ്യാപനം അതോടനുബന്ധിച്ച് നടക്കുകയും ചെയ്യും. ഈ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികനായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിവന്യ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. അന്നത്തെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാൻ അഭിവന്യ മാർ ജോസഫ് പൗത്തിൽ പിതാവാണ്. തുടർന്ന് പാലാരൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാൻ മാർ മാത്യു അറയ്ക്കൽ പിതാവും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതാണ്. FCC കോൺഗ്രിഗേഷൻ്റെയും SABS കോൺഗ്രിഗേഷൻ്റെയും ജനറാളന്മാരും കപ്പുച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യാളുമെല്ലാം സന്ദേശങ്ങളെ നൽകുന്നുണ്ട്. കേരള സഭയിലെ വളരെ പ്രബലമായിരിക്കുന്ന SABS കോൺഗ്രിഗേഷൻ്റെയും FCC കോൺഗ്രിഗേഷൻ്റെയും എല്ലാം പ്രാരംഭ ദശയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ വഹിക്കുകയുണ്ടായി. കുടുംബജീവിതക്കാർക്ക് ഒരു വലിയ മാതൃകയാണ് തൊമ്മച്ചൻ നൽകുന്നത്. കുടുംബജീവിതവും സന്യാസ ജീവിതവും സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ക്രൈസ്തവനായിട്ട്, നല്ലൊരു അൽമായനായിട്ട് എങ്ങനെ ജീവിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് തൊമ്മച്ചൻ നമുക്ക് നൽകുന്നത്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിട്ട് 103 വർഷമായി എങ്കിലും ഇന്നും ധാരാളം ആളുകളെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പച്ചകടാതെ മനസ്സുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഓരോ ദിവസവും ധാരാളം ആളുകളെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും.
ഒത്തിരിയേറെ ആളുകളെ അവരുടെ അനുഭവങ്ങളെ പറയുന്നുണ്ട്. ഒത്തിരിയേറെ രോഗശാന്തികളും സന്താന ഭാഗ്യവും ജോലി ലഭിച്ചതും എല്ലാം അവർ പങ്കുവയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ SFO എന്ന സംഘടനയുടെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപകൻ എന്ന നിലയിലും ഫ്രാൻസിസ്കൻ ചൈതന്യം കേരളത്തിൽ പ്രസരിപ്പിക്കുകയും ചെയ്ത ഒരു പുണ്യ ദേഹമാണ് തൊമ്മച്ചൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോഴേ ഉയർന്നു വന്നതും നാമകരണ നടപടിക്കായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ചങ്ങനാശ്ശേരി അതിരൂപത അൽമായ വർഷം ആചരിച്ചതിൻ്റെ സമാപ്തിയിൽ തൊമ്മച്ചൻ്റെ നാമകരണ നടപടിക്ക് തുടക്കം കുറിക്കുന്നുവെന്ന് അഭിമന്യ പിതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അന്നേ ദിവസം പിതാവ് പ്രഖ്യാപിച്ച ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ സഭ ആചരിക്കുമ്പോൾ ഈ കുട്ടനാടിൻ്റെ ആത്മീയ തേജസ്, എടത്വയുടെ പുണ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തൊമ്മച്ചൻ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. സഭയിലെ അൽമായർക്കും വിശുദ്ധമായ ജീവിതം നയിക്കാമെന്നും വിശുദ്ധിയിലേക്ക് അവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ് ലോകത്തിന് ഇതുവഴിയായിട്ട് നൽകുന്നത്. കുടുംബജീവിതക്കാർക്കും അതുപോലെ തന്നെ എല്ലാ അൽമായർക്കും ഏറെ സന്തോഷം നൽകുന്ന മഹൽ കർമ്മമാണ് ഇത്. എല്ലാവരെയും ഈ വലിയ ചടങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവനുമുള്ള പ്രേക്ഷകർക്ക് മധ്യസ്ഥൻ TV-യിലൂടെ ഇത് ആ നിമിഷത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്ന ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് പ്രത്യേകമായിട്ട് ഇതിൻ്റെ പ്രാർത്ഥനയിലും തിരുക്കർമ്മങ്ങളിലും പ്രഖ്യാപനത്തിലുമെല്ലാം പങ്കുചേർന്നുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പരിശുദ്ധി എല്ലാ ഇടത്തിലേക്കും നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ പുരോഗമിക്കുകയും അൾത്താരയിലെ വണക്കത്തിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് പോസ്റ്റ്ലേറ്ററിൻ്റെ നടപടികളും അതുപോലെ തന്നെ വിവിധ കമ്മീഷനുകളുമെല്ലാം സജീവമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ദൈവത്തിൻ്റെ ഇടപെടലുമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ അനുയായിയായി ജീവിച്ച് സ്വന്തം ജീവിതം സമൂഹത്തിന് വേണ്ടി, അധകൃതർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ഒത്തിരിയേറെ ഇടങ്ങളിലെ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും 2 സന്യാസ സഭയ്ക്ക് തുടങ്ങുവാനായിട്ടുള്ള എല്ലാ പ്രചോദനവും സൗകര്യമെല്ലാം നൽകിയ അദ്ദേഹം എന്നുമെന്നും ക്രൈസ്തവ ജീവിതത്തിന് പ്രകാശമായിട്ട് മാതൃകയായിട്ട് പ്രശോഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.